അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ട് തൊലിയൊക്കെ കറുത്ത് നമ്മൾ കളയാനൊക്കെ വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നേന്ത്രപ്പഴവും ചക്കക്കുരുവും വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും ചക്കക്കുരു വേണ്ട, ഒരു 20 ചക്കക്കുരു മതിയാവും. ചക്കക്കുരുയുടെ ആ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചിട്ടെടുക്കണം. തൊലിയോടുകൂടിയും വേവിച്ചിട്ടെടുക്കാം, പക്ഷെ തൊലി മാറ്റിയിട്ട് ആ ബ്രൗൺ ഭാഗത്തോടെ വേവിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചക്കക്കുരുവിന്റെ തൊലി മാറ്റിയിട്ട് അതിന്റെ ബ്രൗൺ ഭാഗമൊന്നും കളയാതെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഈ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചക്കക്കുരു വേവിച്ചിട്ട് ഒരു 5 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പൊ കണ്ടില്ലേ, നല്ലോണം ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു ഇപ്പോൾ നല്ല ചൂടാണ്, വേവിച്ചെടുത്ത ചക്കക്കുരു നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറണം. ഇതുപോലെ നല്ലോണം നമുക്ക് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉടഞ്ഞു കിട്ടണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് നല്ലതുപോലെ അരഞ്ഞു കിട്ടുള്ളൂ. ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല മധുരം, അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ശർക്കര എടുത്താൽ മതിയാവും. അപ്പൊ ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര എല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീലിന്റെ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് വെക്കുക. ഇതിന്റെ ചൂട് നന്നായിട്ടൊന്ന് മാറണം. ഇത് മാറ്റി വെക്കാം. നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കുറുകിയ കട്ടിയുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നേന്ത്രപ്പഴം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ അതാ കട്ടകളൊന്നുമില്ല, നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ കുറച്ച് വലുപ്പമുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ആ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചക്കക്കുരുവും നേന്ത്രപ്പഴവും അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ആ നെയ്യും ഈ ചക്കക്കുരുവും നേന്ത്രപ്പഴവും ഒന്ന് നെയ്യുമായിട്ട് യോജിച്ച് വരണം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് വെച്ച ശർക്കര പാനി, അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്, മുഴുവനും അങ്ങ് ഒഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇളക്കി വരുന്തോറും ആ കട്ടകളെല്ലാം മാറിക്കോളും. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. കട്ടകളെല്ലാം മാറി എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി. സാധാരണ പച്ചവെള്ളത്തിൽ കലക്കി എടുത്തതാണ്. 1/4 കപ്പ് അരിപ്പൊടി ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്.
കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുന്ന സമയത്ത് ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1/2 കപ്പ് കോൺഫ്ലോറും എടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ പകുതി വേണം അരിപ്പൊടി എടുക്കാൻ. ഫ്ലെയിം ലോയ്ക്ക് മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ കട്ടകൾ പോലെ കിടക്കും, അതൊന്നും കുഴപ്പമില്ല. ഇളക്കി കൊടുക്കുന്തോറും ആ കട്ടകൾ മാറിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തോളൂ. ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇളക്കി കൊടുക്കാം. കശുവണ്ടി പരിപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് നിലക്കടല എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബദാം എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ലോയ്ക്ക് മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഉപ്പ് അങ്ങ് വാരി ഇടരുത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയുടെ തരി മാത്രം ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നെയ്യും വെളിച്ചെണ്ണയും പകുതി വീതം അങ്ങനെയും എടുക്കാവുന്നതാണ്. വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഈ നമ്മൾ ഒഴിച്ചെടുത്ത നെയ്യെല്ലാം തെളിഞ്ഞു വരണം. അതുപോലെ തന്നെ ഇത് കടായിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചെടുത്ത നെയ്യൊക്കെ ഇതുപോലെ തെളിഞ്ഞു വരും. അത്രയും സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കടായിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ല കളറൊക്കെ മാറി നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കിയ ഹൽവ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ചുറ്റുപാത്രം എടുക്കാം, ചോറ് കഴിക്കുന്ന സ്റ്റീൽ പാത്രം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ടിൻ എടുക്കാം. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം, ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്തിട്ട് കുറച്ച് നട്ട്സ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലേക്ക് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പം നല്ല ചൂടാണ്. ഞാൻ രാത്രിയാണ് തയ്യാറാക്കിയത്. ഇനി നമുക്ക് രാവിലെ എടുക്കാം. ഒരു 7 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ലോണം സെറ്റായി ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല റെഡി ആയിട്ട് കിട്ടും. അപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറട്ടെ. അപ്പം നമ്മുടെ ഹൽവ ചൂട് മാറി നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. 1 ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെറുതെ കറുത്ത നേന്ത്രപ്പഴമൊന്നും കളയേണ്ട ആവശ്യമില്ല. വീട്ടിലൊക്കെ ചക്കക്കുരു ഉണ്ടാവുമല്ലോ. അപ്പോൾ ചക്കക്കുരു ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കട്ട് ചെയ്ത ഹൽവയിൽ നിന്നും ഒരു പീസ് എടുക്കുക. ഇത് നമ്മൾ കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കുറേ സമയം നമ്മൾ ഇളക്കി എടുത്തിട്ടുള്ളതല്ലേ. കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊന്നും ഇരിക്കില്ല, അതിനു മുമ്പ് തന്നെ തീരും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരാഴ്ച വരെ പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കറുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഹൽവ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്